അഭിനയ ലോകത്തിൻ്റെ ലയണൽ മെസ്സിയാണ് മമ്മൂക്ക എന്നെനിക്ക് തോന്നുന്നു. ഇനി ഗോഡ്സെയെക്കുറിച്ചുള്ള സിനിമയ്ക്കും അവാർഡ് കൊടുക്കാൻ പറ്റുന്ന സാഹചര്യമാണ് ഇന്ത്യയിൽ രൂപപ്പെട്ടു വരുന്നത്. വളരെ ദുഃഖകരമാണ്. മലയാളത്തിൻ്റെയും കേരളത്തിൻ്റെയും അഭിനയ ലോകത്തിൻ്റെയും അഭിമാനമായ ശ്രീ മമ്മൂട്ടി, നമ്മുടെ മമ്മൂക്ക വീണ്ടും ദേശീയ പുരസ്കാരം, അഭിനയ മികവിനുള്ള ദേശീയ പുരസ്കാരം നേടിയിരിക്കുന്നു. ഏത് സിനിമയ്ക്കാണ്? ഭ്രമയുഗം. എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. അപ്പം ഇത് കണ്ട നിങ്ങളോട് എനിക്ക് അസൂയ തോന്നുകയാണ്. മമ്മൂക്കയുടെ അഭിനയത്തെക്കുറിച്ച് അധികമൊന്നും പറയാനില്ല. ഇപ്പോൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ എനിക്ക് തോന്നുന്നു, അഭിനയ ലോകത്തിൻ്റെ ലയണൽ മെസ്സിയാണ് മമ്മൂക്ക എന്നെനിക്ക് തോന്നുന്നു. സ്നേഹപൂർവ്വം മമ്മൂക്കയ്ക്ക് എൻ്റെ ആലിംഗനങ്ങൾ, അഭിവാദനങ്ങൾ. ഇനിയും തൻ്റെ കലാസബരിയിൽ താരതമ്യമില്ലാത്ത നേട്ടത്തിൻ്റെ മഹാശിഖരങ്ങൾ കീഴടക്കാൻ അദ്ദേഹത്തിന് കഴിയട്ടെ എന്ന് സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. ഫെമിനിച്ചി ഫാത്തിമ എന്ന് പറയുന്ന സിനിമയെക്കുറിച്ച് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. ആ സിനിമ പുരുഷ ആധിപത്യ സമീപനമായി നടക്കുന്ന ആണധികാരത്തിൻ്റെ ജീവിതം നയിക്കുന്ന മലയാളികളും മറ്റ് പുരുഷന്മാരുമെല്ലാം കാണണം. വളരെ വളരെ നല്ലൊരു സിനിമയാണത് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ആ സിനിമയുടെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള, അതിൻ്റെ മുന്നിൽ നിന്ന് അഭിനയിച്ച കുട്ടിയുടെ പേരെന്താ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ, സാരമില്ല. ഒരു മിടുമിടുക്കിയാണ് അതിലെ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചത്. അതിൻ്റെ തിരക്കഥാകൃത്ത്, സംവിധായകൻ, അതിലെ അഭിനേതാക്കൾ, അവരെല്ലാം ഞാൻ അനുമോദിക്കുന്നു. ജമ്മുകശ്മീരിന്റെ പ്രത്യേക അധികാരം എടുത്തു കളഞ്ഞതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സിനിമയ്ക്കും അവാർഡ്, മികച്ച സിനിമയ്ക്കുള്ള അവാർഡ് കൊടുക്കണം. അതിൻ്റെ ഉള്ളടക്കം എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അറിയാൻ പാടില്ലാത്ത ഒരു കാര്യം. ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞത് വലിയൊരു ഇന്ത്യൻ ഭരണഘടനയുടെ അന്തസ്സത്തേക്ക് എതിരായിട്ടുള്ളൊരു നടപടിയായിരുന്നു എന്നാണ് ആ സിനിമയിലുള്ളതെങ്കിൽ എനിക്കതിനോട് വ്യത്യാസമൊന്നുമില്ല. ഇപ്പോൾ പല പേരിലും വരുന്നത് പല വ്യാജ ഉള്ളടക്കവും ഉണ്ടാകാം. അറിയാൻ പാടില്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. അപ്പം 20-ാം തീയതി ഇവിടെ ജമ്മു കാശ്മീരിൽ നിന്നും ഫറൂഖ് അബ്ദുള്ളയും ഒമർ അബ്ദുള്ളയും ഉൾപ്പെടെ CPM-ൻ്റെ അവിടുത്തെ MLA, പിന്നെ താരിഖാമി ഉൾപ്പെടെയുള്ളവരെല്ലാം വരുന്നുണ്ട്. ജമ്മു കാശ്മീരിൻ്റെ സംസ്ഥാന പദവി പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്. അപ്പോൾ അത്തരം ആശയം വല്ലതും ആ സിനിമയിലുണ്ടെങ്കിൽ എനിക്ക് വളരെ സന്തോഷമാണ്. അപ്പോൾ പിന്നെ ഞാൻ കൂടുതൽ പറയണ്ടല്ലോ സവർക്കറെക്കുറിച്ച്. ഇനി ഗോഡ്സെയെക്കുറിച്ചുള്ള സിനിമയ്ക്കും അവാർഡ് കൊടുക്കാൻ പറ്റുന്ന സാഹചര്യമാണ് ഇന്ത്യയിൽ രൂപപ്പെട്ടു വരുന്നത്. വളരെ ദുഃഖകരമാണ്.